ഹേ ഓൾ വെൽക്കം ബാക്ക് ടു ഡിവൈൻ പി എസ് സി. നമ്മളിൽ പലരും പല ദിവസങ്ങളായി, പല മാസങ്ങളായി, പല വർഷങ്ങളായി പി എസ് സിക്ക് പഠിക്കുന്നവരായിരിക്കും. പക്ഷേ നമ്മളിൽ എത്ര പേരാണ് പി എസ് സിയിൽ ജോലിയിൽ എത്തിപ്പെടുന്നത്? അത് വളരെ കുറവാണല്ലേ. അതെന്തെങ്കിലും നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പഠിച്ചിട്ടും ജോലിയിലൊന്നും എത്തിപ്പെടാൻ പറ്റാത്തതെന്ന് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിന് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് പി എസ് സി എഴുതണം, എഴുതിയിട്ട് ഒരു ഗവൺമെൻറ് ജോലിയിൽ കയറണം എന്നൊക്കെ. കുറേ നാളത്തെ ആഗ്രഹമായിരിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ കറക്റ്റായ വഴിയിൽ അതിനെ ഫോളോ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മൾക്ക് ജോലിയിൽ എത്തിപ്പെടാൻ പറ്റാത്തത്. പക്ഷേ നമ്മളുടെ കൂടെ എഴുതുന്ന എല്ലാവരിലും ചിലരൊക്കെ പി എസ് സിയിൽ പെട്ടെന്ന് കയറും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് നമ്മളെക്കാളും കുറച്ച് വ്യത്യസ്തമായ എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മൾ ചെയ്യാത്ത എന്തോ കാര്യം ചെയ്തിട്ടല്ല അവർ റാങ്ക് ലിസ്റ്റിൽ കയറുന്നത്. അല്ലാതെ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ വളരെ കൺസിസ്റ്റൻ്റായിട്ടും പിന്നെ ഒരേ രീതിയിലും കുറേ നാൾ അവർ കറക്റ്റായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് അവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. പക്ഷേ നമ്മളിൽ പലർക്കും അതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. പഠിക്കുക എന്നുള്ളത് തന്നെ നമ്മളിൽ പലർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കറക്റ്റ് ആരും ഫോളോ ചെയ്യാറില്ല. പി എസ് സിക്ക് ഇറങ്ങിത്തിരിക്കുന്നവരിൽ പലരും ഒരു 80% പേരും ഈ സ്റ്റഡീസൊക്കെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അത് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ പഠിത്തം പാതി വഴിക്ക് വെച്ചിട്ട് ഉപേക്ഷിച്ച ആരെങ്കിലും ആയിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ അപ്പം തന്നെ പഠിക്കാൻ മടിയുള്ളവരാണ്. പിന്നെ ഇപ്പം എങ്ങനെ പഠിക്കും അല്ലേ? നമുക്ക് കുറേ കൂടി കാലങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ അവസരങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ അവസരത്തിനെ നല്ലോണം ഉപയോഗിക്കാൻ നോക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റുന്നത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് വേണേൽ പറയാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ആത്മവിശ്വാസം വേണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ജയിച്ചിരിക്കും, നമ്മൾ ഒരു ജോലി നേടിയിരിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം വേണം. കാരണം നമ്മളെ ചുറ്റുമുള്ളവർ പലരും പറയും പി എസ് സിക്ക് ഒരു വെറുതെ പറയുന്നതാണ്, നമ്മളെ കൊണ്ട് അതിലൊന്നും ജോലിക്ക് എത്തിപ്പെടാൻ പറ്റില്ല, അതിനൊക്കെ ഒരു ലക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കൊരു അനിയത്തിയുണ്ട്. അവളോട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവൾ പറഞ്ഞത് അതിനൊക്കെ ഒരു ലക്ക് വേണമെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ലക്കല്ല ഇതിനകത്ത് മെയിൻ എന്ന് പറയണത്. നമ്മുടെ ഹാർഡ് വർക്കും ഒരു മനസ്സിരിപ്പുമാണ് ഇതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളിൽ പലരും അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്. അപ്പം നമ്മൾ ആദ്യം ആത്മവിശ്വാസം വരുത്തുക. നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ പി എസ് സി എന്ന് പറയുന്നത് എവിടെന്നോ ചോദിക്കുന്ന ഒന്നുമല്ല. അതിൻ്റേതായ കറക്റ്റായ ഒരു സിലബസ് അവർ തരുന്നുണ്ട്. അതും വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കണം, അത്ര തന്നെ ഉള്ളൂ. നമ്മളെക്കൊണ്ട് പഠിക്കാൻ പറ്റാത്തതൊന്നും അവർ തരുന്നില്ല. പക്ഷെ കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ടി വരും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് സമയമെടുത്ത് അതിൻ്റേതായ, അതായത് ഇപ്പോൾ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. ഒരു 2 ആഴ്ച കൊണ്ടോ 2 മാസം കൊണ്ടോ തീർക്കേണ്ട ഒരു സിലബസ് ഒന്നും അല്ല ഇപ്പോഴത്തെ പി എസ് സി എന്ന് പറയുന്നത്. കുറേ കാലം വേണ്ടി വരും. കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും, ഒരു 8-10 അത്രയൊന്നും പഠിക്കാൻ പറ്റത്തില്ല, ഒരു 5-6 മണിക്കൂർ കൊണ്ട് പഠിച്ചാൽ പോലും തന്നെ ഒരു 6 മാസത്തിന് കൂടുതൽ വേണ്ടി വരും. കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും വേണ്ടി വരും. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പി എസ് സി ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഈ യൂട്യൂബ് വീഡിയോയിലൊക്കെ കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഞാൻ 2 മാസം കൊണ്ട് നേടി, 1 മാസം കൊണ്ട് നേടി, 30 ദിവസം കൊണ്ട് നേടി. അതൊക്കെ അവർ ചുമ്മാ പറയുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ചുമ്മാന്ന് വെച്ചാൽ അങ്ങനെയല്ല, അവർ കുറേ നാളായിട്ട് പി എസ് സിക്ക് പ്രിപ്പയറൊക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അവസാനം 30 ദിവസമോ അല്ലെങ്കിൽ 2 മാസമോ ഒന്നിലും ഉൾപ്പെടാതെ അവർ ഇത് മാത്രം നോക്കിയിരിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരു ഇതിലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ അതാലോചിച്ചിട്ട് നമ്മൾ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്നും ഒരിക്കലും നോക്കണ്ട. കാരണം ഈ എൽ ഡി സിയുടെ സിലബസൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഒരു 350 പ്ലസ് ഒരു 400 വരെയെങ്കിലും ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. ഒരു ദിവസം ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ പോലും തന്നെ 365 ദിവസം
പോലും തീരത്തില്ല. അത്രത്തോളം ടോപ്പിക്സ് ഉണ്ട് ഇതിനകത്ത് തന്നെ. ചില ടോപ്പിക്സ് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റാത്തതുണ്ട്. ഇപ്പോൾ ബയോളജിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കല്ല. കാരണം തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് പഠിക്കണം. അതിന് കുറഞ്ഞതൊരു 4-5 ദിവസമെങ്കിലും വേണം ക്ലിയറായിട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സും ഉണ്ട്. ഇത് രണ്ടും മിക്സ് ആക്കിയിട്ടാണ് അവർ സിലബസ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം സിലബസിൻ്റെ ആഴം മനസ്സിലാക്കി വേണം നമ്മൾ ഒരു കാര്യം പഠിച്ചെടുക്കാൻ. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനകത്ത് ഇറങ്ങാൻ. ഇതൊന്നും അറിയാതെ ഇറങ്ങുന്നവരാണ് എന്തോ പഠിച്ചു, എന്തോ എഴുതി, നമ്മളെ കൊണ്ടൊന്നും പറ്റിയില്ല എന്നും പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടൊക്കെ പോകുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ PSCയുടെ കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കുക, എന്നിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ. എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ തന്നെ രണ്ട് വർഷം എടുത്തു കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. PSC എന്ന് പറഞ്ഞാൽ കുറച്ച് പഠിക്കുന്നു, പോയി എഴുതുന്നു, ജോലി കിട്ടുന്നു, അത്ര മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ഇതിനപ്പുറം ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ അതിനകത്ത് ഇറങ്ങി തിരിച്ച് കുറേ നാളിങ്ങനെ പഠിച്ച് വരുമ്പോഴാണ് ഇതിനകത്ത് ഇത്രത്തോളം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനങ്ങനെയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ബിഗിനറായിരിക്കാം, അല്ലെങ്കിൽ കുറേ നാൾ കഷ്ടപ്പെടുന്നവരായിരിക്കാം. ബിഗിനറാണെങ്കിൽ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ആഴത്തിലുള്ള പഠനത്തിലോട്ട് പോകാൻ കേട്ടോ. പിന്നെ സപ്പോസ് നിങ്ങൾ കുറേ നാളായിട്ട് പഠിക്കുന്നു, പക്ഷേ ജോലിയൊന്നും കിട്ടുന്നില്ലേ പോലും നിങ്ങൾ പഠിക്കുന്ന രീതി ചിലപ്പോൾ തെറ്റായിരിക്കും. അതൊന്ന് മാറ്റിയിട്ട് കറക്റ്റായ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കി അതും വഴി നിങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുക. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റാണ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചാലാണ് ജോലി കിട്ടുക എന്നുള്ളത് അത് ഓരോരുത്തരുടെ കാര്യങ്ങളനുസരിച്ചിരിക്കും കേട്ടോ. ചിലരാണെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പം ഓരോരുത്തരുടെ കാര്യങ്ങളനുസരിച്ചായിരിക്കും ഇത് ഓരോന്നും വ്യത്യസ്തപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വിഭാഗത്തിൽ പെട്ടാൽ പോലും എത്ര സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ്. അപ്പോൾ 24 മണിക്കൂറിൽ ഒരു 5-6 മണിക്കൂർ ഉറങ്ങാനും കുറച്ച് സമയം ജോലിയൊക്കെ ചെയ്യാനും പുറത്ത് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ആ സമയമൊക്കെ കുറച്ചിട്ട് ബാക്കിയുള്ള സമയം നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നുവോ എല്ലാ സമയവും നമ്മൾ PSCക്ക് വേണ്ടി ചിലവഴിച്ചാൽ മാത്രമേ നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ദിവസവും സിനിമ കാണുന്നു, അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങുന്നു, നല്ലോണം കിടന്ന് ഉറങ്ങുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നല്ല അടിച്ച് പൊളിച്ച് നടക്കുന്നു, എന്നിട്ടാണ് ഞാൻ PSC നോക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടത്തില്ല. കാര്യം മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മൾ ആദ്യം ടൈം മാനേജ്മെൻറ്റിൽ മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾക്കുള്ള എല്ലാ എൻജോയ്മെൻറ്റ്സും നിങ്ങളൊന്ന് മാറ്റി പിടിക്കുക. കുറച്ച് നാളത്തേക്ക് കൂടിപ്പോയാൽ ഒരു വർഷം അല്ലെ 2 വർഷം. ഇതിനപ്പുറം പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫെന്ന് പറയുന്നത് ഇതിനേക്കാളും സുന്ദരമായിരിക്കും. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇതെല്ലാം മാറ്റി പിടിക്കുക കേട്ടോ. മാറ്റി പിടിച്ചിട്ട് നമ്മുടെ ടൈം ഒന്ന് മാനേജ് ചെയ്ത് ഉള്ള സമയം മുഴുവൻ ഇതിനകത്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റൂ. സ്റ്റഡി മെറ്റീരിയൽസാണ്, അതായത് എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്നൊക്കെ പഠിക്കണം എന്നുള്ളതിൻ്റെ കറക്റ്റായൊരു ധാരണ. ചിലരൊക്കെ ഇല്ലേ എന്തൊക്കെയോ കുറേ റാങ്ക് ഫയൽസൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാവരും വാങ്ങിച്ചു, എന്നോടും പറഞ്ഞു, ഞാനും വാങ്ങിച്ചു, അത്ര തന്നെ. അതവിടെ ഇരിക്കത്തേ ഉള്ളൂ, പഠിക്കത്തൊന്നുമില്ല. നമുക്ക് ആവശ്യം ഒരു റാങ്ക് ഫയൽ, എന്തെങ്കിലും ഒരു റാങ്ക് ഫയൽ മതി. അതും പിന്നെ നിങ്ങൾ ഇപ്പം കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ നോട്ട്സും, പിന്നെ അല്ല ഞാൻ വീട്ടിലിരുന്നാണ് പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ഒരു നോട്ട് ഉണ്ടാക്കണം. യൂട്യൂബൊക്കെ നോക്കിയിട്ട് നിങ്ങളുടേതായ ഒരു നോട്ടൊക്കെ ഉണ്ടാക്കണം. അല്ല ഓൺലൈൻ കോച്ചിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു നോട്ടൊക്കെ ഉണ്ടാക്കി എവിടെ നിന്നൊക്കെ സോഴ്സ് കിട്ടുന്നുവോ, അതായത് ആവശ്യമുള്ള സോഴ്സ് മാത്രം തിരഞ്ഞെടുത്ത് അതിലുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായ രീതിയിൽ നോട്ട് എഴുതിയായാലും പഠിച്ചായാലും മനസ്സിലാക്കി ഒരു കറക്റ്റ് രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ കറക്റ്റായി തിരിച്ചറിഞ്ഞിരിക്കണം. കാരണം കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് പോകുന്നതിൽ കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള മാത്രം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് മെയിൻ പോയിൻ്റ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും ഈ ലോകത്തിൽ കടലോളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ, ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല.
അതുകൊണ്ട് എന്തൊക്കെ വേണം, എവിടെ നിന്നൊക്കെ പഠിക്കണം, എത്രത്തോളം പഠിക്കണം, ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം നല്ലോണം മനസ്സിലാക്കുക കേട്ടോ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതാണ് 3ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത 4ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റിവിഷനാണ്. റിവിഷൻ എന്ന് പറയുമ്പം പലരും ഓർക്കും ഒരു തവണ ചെയ്താൽ മതി, 2 തവണ ചെയ്താൽ മതി, ഇതാണ് റിവിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുന്നവർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ദിവസത്തിൽ അവർ ഉറങ്ങുന്ന സമയം പോലും അവരിങ്ങോട്ട് കൊടുക്കും. ശരിക്കും ഉറങ്ങത്തില്ല, ശരിക്കും കഴിക്കത്തില്ല, എവിടെയും പോകത്തില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ അവർ ഒഴിച്ചിട്ടാണ് അവർ പഠിക്കാനായിട്ട് ഇരുന്ന് ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. എത്രത്തോളം അവർ എഫേർട്ട് ഇടുന്നുണ്ടെന്ന് നമുക്കറിയാമോ? നമുക്കറിയത്തില്ല. കാരണം നമ്മൾ ഓർക്കുന്നത് ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. PSCക്ക് റാങ്ക് നേടുന്ന പലരും പറയാത്തൊരു കാര്യമാണിത്. ഞാൻ ഇത്ര മണിക്കൂർ പഠിച്ചു, ഇത്ര മണിക്കൂർ ഞാൻ ഇരുന്ന് പഠിച്ചു എന്നുള്ള കാര്യം അവർ പറയത്തില്ല. റിവിഷൻ കറക്റ്റായ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിച്ചതിലൊന്നും മറക്കത്തില്ല കേട്ടോ. അതായത് ഇന്ന് പഠിച്ചു, നാളെ പഠിച്ചു, അതിൻ്റേതായ ഒരു കറക്റ്റ് രീതിയുണ്ട്. അതിൻ്റെ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരിക്കലും മറക്കത്തില്ല. എന്നാൽ മാത്രമാണ് നമുക്ക് പരീക്ഷ നല്ലോണം എഴുതിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ദിവസം എത്രത്തോളം പഠിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. പഠിച്ചത് എത്രത്തോളം ആയാലും 2 വാക്കായാൽ പോലും അത് കറക്റ്റായ രീതിയിൽ റിവിഷൻ ചെയ്ത് മനസ്സിലിരുത്തണം. എന്നാൽ മാത്രമാണ് അത് പഠിച്ചതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പം 4ാമത്തെ കാര്യം ഇതാണ്. പിന്നെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്നും ഇടപെടാൻ പോകരുത്. കാരണം അതിനകത്തൊക്കെ ഇടവിട്ട് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള മനസ്സും ഉണ്ടാവില്ല, സമയവും ഉണ്ടാവില്ല. നിങ്ങൾ ആദ്യം പഠിക്കാനിരിക്കുമ്പം തന്നെ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നു പോവും. ഒരു ദിവസം തന്നെ പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ആ സമയത്ത് നമ്മളെല്ലാത്തിലും ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും പഠിച്ച് തീരത്തില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, അല്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാൻ പോകരുത്. അങ്ങനെ ഇടവിട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു പ്രഷറും മെൻ്റലിയും അത് ഫിസിക്കലിയും നമ്മളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരിക്കലും നല്ലോണം ഒരു മനസ്സിലിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചിലപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ പോയിൻ്റായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇതിലൊക്കെ എത്രത്തോളം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു തന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആദ്യം കേൾക്കുമ്പം ചിലപ്പോൾ ഇത് നമുക്ക് നിസ്സാരമായിരിക്കും. പക്ഷേ ഇത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. നമ്മളൊരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് വേണം എന്ന് പറയുമ്പം നമ്മൾ എത്രത്തോളം ബാക്കിയുള്ള കാര്യങ്ങളിൽ അൺഫോക്കസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിട്ടായിരിക്കും. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഫോക്കസ്ഡ് ആയിരിക്കും, അല്ല ഞാൻ എല്ലാത്തിലും ഫോക്കസ്ഡ് ആയിരിക്കും എന്ന് നമ്മൾ പല വിഷയത്തിലും ഇങ്ങനെ ഫോക്കസ്ഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുമ്പം ആകെ കുളമായി പോകും. അതായത് പഠിക്കുന്ന ഫുൾ കാര്യങ്ങൾ നമ്മൾ മൈൻഡിലോട്ട് അങ്ങനെ കയറത്തൊന്നുമില്ല. ഇതിനകത്ത് മറ്റൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രാക്ഷൻസാണ്. നമ്മളൊരു ദിവസം എത്ര കാര്യങ്ങളാണ് ഡിസ്ട്രാക്ഷൻ ആവുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, ഫോണിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം നമ്മുടെ സമയങ്ങൾ എടുത്ത് മാറ്റുന്നുണ്ട് എന്നാണ്. ഇക്കാര്യങ്ങളൊക്കെ വേണം, പക്ഷേ അത് കുറച്ച് അധികം കൂടിപ്പോയാൽ നമ്മുടെ പഠിത്തം തന്നെ കുളമാവും. നമ്മൾ എത്രത്തോളം പഠിച്ചാലും അതിൽ കാര്യമില്ല. അതുകൊണ്ട് ഒരു ദിവസം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തിന് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ പഠിക്കാനായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ PSC പഠിക്കുന്ന എല്ലാവരും ഒരു 18-20 വയസ്സ് മുതൽ ഇങ്ങോട്ടേക്കുള്ളവരായിരിക്കും. ഈ വയസ്സിൽ തന്നെ നമുക്ക് പല പ്രഷറും വരും, വീട്ടിൽ നിന്നും പുറത്തു നിന്നും വരും. ആൺപിള്ളേർക്കാണെങ്കിൽ ഇനി ജോലിക്കൊന്നും പോയി തുടങ്ങിയില്ലേ എന്നൊക്കെ അവർ ചോദിക്കും. പെൺപിള്ളേർക്കാണെങ്കിൽ അവർ ഇനി കല്യാണമൊന്നും കഴിച്ചില്ലേ, കല്യാണം കഴിച്ചവരാണെങ്കിൽ കുഞ്ഞൊന്നും ആയില്ലേ, കുഞ്ഞ് ഉണ്ടെങ്കിൽ പോലും ഒരെണ്ണം പോരാ ഇനി ഒരെണ്ണം വേണം എന്നൊക്കെ പറയുന്നവർ കുറേ കാണും. ഇങ്ങനെ കുറേ പ്രഷർ നമ്മളെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ പുറകിലൊക്കെ പോകാൻ നിൽക്കരുത്. എന്ത് കാര്യം ആര് പറഞ്ഞാലും ഓക്കെ എന്നും പറഞ്ഞ് ചെവിയിൽ നമ്മൾ കേട്ടിരിക്കണം. അല്ലാതെ ഒന്നിനും റിയാക്ട് ചെയ്യാനോ ഒന്നിനും പോകരുത്. കാരണം ഈ ഒരു കാര്യം നമ്മൾ മൈൻഡിലിരുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു ദിവസം പോവും. എനിക്കൊക്കെ അങ്ങനെ പല ദിവസങ്ങൾ വെറുതെ പോയിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നെഗറ്റീവായിട്ട്
എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. ഒരു കാര്യം നെഗറ്റീവായിട്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു ദിവസം വെറുതെ പോകും. ഞാനത് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. എനിക്കറിയാം ഇതാലോചിച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് വേറൊരു കാര്യം എന്തെങ്കിലും ചെയ്യാൻ പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്താലും അത് പിന്നെയും മൈൻഡിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇറങ്ങി തിരിക്കാനോ അല്ലെങ്കിൽ അവർ ഇത് പറഞ്ഞോ അത് പറഞ്ഞെന്നും പറഞ്ഞോ നമ്മൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മളതൊക്കെ മനസ്സിൽ ഇരുത്തിയിട്ട് നമ്മൾ ഒരു സൈഡിൽ പഠിക്കാൻ നോക്കുക. കാരണം ഇതൊന്നും എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളെ കൊണ്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല. അത്രത്തോളം വലിയ ലോകത്തിലൊന്നും നമ്മൾ ജനിച്ചിട്ടില്ല. കാര്യം ഇതൊക്കെ നമ്മുടെ കൂടെ ഇരുത്തിയിട്ട് വേണം നമ്മൾ എന്നും ജീവിച്ചു പോകാനും പഠിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിപ്പെടാനും. നമ്മൾ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരു ദിവസം ജോലിയിൽ എത്തിപ്പെട്ടാൽ ഈ പറഞ്ഞ എല്ലാവരും വേറെ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന രീതിയിലായിരിക്കും പിന്നെ സംസാരിച്ച് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും വിഷമിക്കാൻ നിൽക്കണ്ട കേട്ടോ. പറയുന്നവർ പറയട്ടെ, എന്ത് വേണേലും പറയട്ടെ. നിങ്ങളുടേതായ ആൻസർ അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങളുടേതായ ഒരു കാര്യങ്ങൾ ശ്രദ്ധയോടെ ഫോക്കസോടുകൂടി തന്നെ പഠിക്കാനായിട്ടും പഠിക്കുക. വെറുതെ വല്ല കാര്യങ്ങളും ആലോചിച്ചിട്ടിരുന്ന് ദിവസം നഷ്ടമാക്കണ്ട. പിന്നെ ഉള്ള കാര്യമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കം എന്ന് പറയുമ്പം നമ്മളെല്ലാവരുടെ കയ്യിലും ഫോണുള്ളത് കൊണ്ട് തന്നെ രാത്രി 12 1 മണി വരെയൊക്കെ ഫോൺ നോക്കി കിടക്കുന്ന ആൾക്കാർ പലരും കാണും. ഇങ്ങനെ നോക്കി കിടന്നിട്ട് രാവിലെ 4 മണിക്ക് എണീക്കണം 5 മണിക്ക് എണീക്കുന്നെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എത്ര മണിക്ക് എണീക്കണം എന്ന് തീരുമാനിക്കുന്നു അതിൻ്റെ ഒരു 5-6 മണിക്കൂറിന് മുന്നേ എങ്കിലും നമ്മൾ കറക്റ്റ് കിടക്കാൻ നോക്കുക. അപ്പം ഒരു എക്സാമ്പിൾ ഒരു 4 മണിക്ക് എണീക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 10-11 മണിക്ക് തന്നെ പോയി കിടക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഫോൺ നോക്കലോ അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുന്നോ ഇങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകരുത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഉറക്കം കറക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പിറ്റേ ദിവസം ഒരു ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റത്തില്ല. എത്ര നിങ്ങൾ ശ്രമിച്ചാലും പിന്നെയും ഉറക്കം വരും. അങ്ങനെ ഉറക്കം വന്നില്ലേ പോലും നിങ്ങൾ പഠിക്കുന്നൊന്നും നിങ്ങൾക്ക് മൈൻഡിലൊന്നും ആവത്തില്ല. അതുകൊണ്ട് ഉറക്കം കറക്റ്റ് ഷെഡ്യൂളിലാക്കാൻ ഒന്ന് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ എൻജോയ്മെൻറ്റ്സൊക്കെ പകൽ സമയത്ത് തന്നെ നോക്കിയിട്ട് രാത്രി കിടക്കാൻ സമയത്ത് ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് കിടക്കാൻ നോക്കുക. പിന്നെ രാവിലെ എണീക്കുമ്പം കറക്റ്റ് സമയത്ത് സ്നൂസൊന്നും അയക്കാതെ അലാറം അടിക്കുന്ന സമയത്ത് തന്നെ എണ്ണീറ്റ് കറക്റ്റ് പഠിക്കാൻ നോക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കണമെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങളും കുറേ പോയിൻറ്റ്സും ഉണ്ട്. നമ്മൾ അതൊക്കെ അങ്ങനെയുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ വേറെ വീഡിയോയിലൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.